കമന്റ് ചെയ്യാ, വീഡിയോ ചെയ്യാ. ടാറ്റാ. അങ്ങനല്ല, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പറഞ്ഞേ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ചെയ്യാ. ഹലോ പറയും. ഹലോ, നല്ല പറയും. ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരുടെയും ലോക്ക്ഡൗൺ ഡേയ്സ് ഒക്കെ എങ്ങനെ പോകുന്നു? പിന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കാരണം ഞാനിവിടെ ആദ്യം കുറച്ച് ദിവസം ഭയങ്കര ബോട്ടിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ബോട്ടിൽ പെയിൻറ്റിങ്ങോട് ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തെന്തെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ അങ്ങനെ ആട്ടോ ഒരു സാധനവും അങ്ങനെ കുറേ നാൾ ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്കത് മടുക്കും. പിന്നെ എനിക്ക് വേറെ പുതിയത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയട്ടോ. പിന്നെ അതുപോലെ എന്തെങ്കിലും വീഡിയോ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ ചെയ്യാനുള്ള ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ വീട്ടിലാണ്, നമുക്ക് കുറേ പരിമിതികളുണ്ട്. നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങളല്ലാണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യുക. നമുക്കതനുസരിച്ച് ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ആശ്വാസമുള്ള ന്യൂസാണ് കേൾക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ കൊറോണ പേഷ്യൻസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് രോഗം ഭേദമായിട്ട് വീട്ടിൽ പോകുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു കേരളീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണിത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കങ്ങനെ മുഴുവനായിട്ടും ആശ്വസിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഇനിയും കുറച്ച് നാളും കൂടി ഇങ്ങനെ തന്നെ തുടരണം. എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോട് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല, ഞാനൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 8-10 ദിവസമായിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു 1.5 കിലോളം ഞാൻ കുറഞ്ഞിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 1.5 കിലോ എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് എന്നോട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തിനാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നത്, അത്ര ഭയങ്കര തടിയൊന്നും ഇല്ലല്ലോ, എന്തിനാണ് തടി കുറയ്ക്കണേ പോലെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പട്ടിണി കിടന്നോ ഡയറ്റ് ചെയ്തൊന്നും അല്ലാണ്ട് തടി കുറയ്ക്കണത്. ഞാൻ നോർമൽ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് മാത്രമേ എക്സസൈസ് ചെയ്താൽ കുറയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകുമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനല്ലേ ആളൂ, ഞാനങ്ങനെ ഭയങ്കര എക്സസൈസ് ഒന്നും ചെയ്യൂല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. ആദ്യമൊക്കെ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ മടുപ്പായിട്ട് നിർത്താറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഒരു 8-10 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്തപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും എക്സസൈസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്. എന്താണിവാ? അപ്പോൾ അതാ ഉമ്മച്ചി ഇവിടെ കിച്ചണിൽ എന്തൊക്കെയോ ഒക്കെ ഇന്ന് പ്രിപ്പറേഷനിലാണ്. നമ്മളിന്ന് കുറച്ച് നാടൻ കറികളൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഉമ്മച്ചി എടുത്ത് പോയിട്ട് കാണാവേ. അപ്പോൾ നാടൻ കറികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ ഒരു അടുപ്പിലുണ്ടാക്കുന്ന ആ ഒരു കറികൾ തന്നെയല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇപ്പോഴും ചോറൊക്കെ അടുപ്പിൽ തന്നെ ആട്ടോ വെക്കാറുള്ളത്. അപ്പോൾ നമ്മളിതാ കുറച്ച് പഴുത്ത മാങ്ങായും അതുപോലെ ഒരു 3-4 പച്ചമുളകും കൂടി വെള്ളമൊഴിച്ച് വേവിക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരി അല്ല, ചാറുകറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങായും അതുപോലെ ഒരു 3-4 ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മാങ്ങായും ഈ പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ ഒരു അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് തിളച്ച് മറിയണ്ട. കാരണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പഴമാങ്ങ ചാറുകറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇഞ്ചിക്കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാൻ പോവാണ്. ഇഞ്ചി നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി അതിനകത്ത് കുറച്ചൊരു വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതായത് ആ ഇഞ്ചിയുടെ ഒരു കുത്തൽ മാറാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. ആ വെള്ളം കളയേണ്ട, വെള്ളം അവിടെ തന്നെ വെച്ച് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഇനി കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ 1-2 പച്ചമുളകും കൂടി എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പതിവ് പോലെ ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
നമുക്ക് ഇതിലോട്ട് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ചേർത്തിട്ട് ഒരുപാട് ഇട്ടങ്ങോട്ട് മൂപ്പിക്കണ്ട, കാരണം വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ തന്നെ അതിലോട്ട് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് വഴറ്റണം കേട്ടോ. ഒരു കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ എത്തുന്നതായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തൊരു മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇനി ആ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നാൽ ഇഞ്ചി നീര് കളയണ്ടെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയിട്ട് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഞ്ചി നീര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഫൈനലി ശർക്കര പാനിയാക്കിയിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ആണ്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മച്ചിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതങ്ങനെ വേഗം കേടായി പോവില്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും. ഇനി അടുത്തായിട്ട് ചേന വറുക്കാൻ പോവാണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് ആ ഒരു ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ആ ചേന വെക്കണേ. അപ്പോൾ അതിനകത്ത് നല്ലോണം ഉപ്പ് പിടിക്കും. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഇട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇവാക്കും കൂടെ വേണ്ടത് കൊണ്ട് പച്ചമുളക് ഇപ്പോൾ ഇടുന്നില്ല. നമുക്കിത് ഡയറക്റ്റ് എണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വറുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ വറുക്കണ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വറുത്താലും മതി. ഇവിടെ കൂടുതൽ ഇങ്ങനെ കറുമുറൊക്കെ അടിക്കണ പോലെ വേണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ല മാക്സിമം ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിയും ചേന വറുത്തതും അതുപോലെ പഴുത്ത മാങ്ങ ചാറ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കൂടാണ്ട് കുറച്ച് ഉള്ളിയും പുളിയും കാന്താരി മുളകൊക്കെ ഇട്ട് നേരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.